ഹാട് കുത്തി നെൽത്ത് കിടക്കൂട്ടോ. ബാഹുബലി ശ്രീഷ്ണവ്. ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ കുറേ കാലമായി ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ട്. അപ്പോൾ മാമൻ്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് വേണം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ടൈം 8:20. ഇവിടേക്ക് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. അപ്പോൾ ഞാൻ എണീറ്റിന്, അമ്മായി എണീറ്റിന്, അമ്മ ഉറങ്ങുന്നുണ്ട്, മിന്നു ഉറങ്ങുന്നുണ്ട്, മോനും ഉറങ്ങുന്നുണ്ട്. മാമ എണീറ്റ് പണിക്ക് പോയി. പിന്നെ മാമനും ഉണ്ട് ഇവിടെ. എണീറ്റ് വന്ന് കൊലായിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കണ്ണനൊക്കെ എണീറ്റുണ്ട്. കണ്ണനൊക്കെ ഫോണ് കളിക്കുകയാണ്. ഇവിടെ വന്നാൽ പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ കിടന്നുറങ്ങിയാൽ മതി. പിന്നെ നമ്മൾ എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ ഒരു രസം. ഞാൻ പോയി മുഖമൊക്കെ കഴുകട്ടെ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് പശുവിൻ്റെ ഒച്ച ഉണ്ടാവും. പിന്നെന്താണ്, പാടത്തത്തെ ഒച്ച ഉണ്ടാവും, മോട്ടറിൻ്റെ ഒച്ച ഉണ്ടാവും. ഇവിടെ പിന്നെ അങ്ങനെയാണ്. കണ്ടോ, അമ്മ കിടന്നുറങ്ങുക, മോനും അതാ, മിന്നും അതാ. ഇവിടെ പിന്നെ മാമ കിടന്നുറങ്ങിയിനി. മാമ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മുഖമൊക്കെ കഴുകി ഇങ്ങനെ മുറ്റത്തേക്ക് നടന്നു. എന്താ പണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കട്ടെ. അങ്ങനെ പിന്നാണെങ്കിൽ നമുക്ക് പാടം വരെ ഒന്ന് പോയി വയ്ക്കാലോ. അപ്പം ഞാനും മാമനും കൂടി പാടത്തേക്ക് പോവാണ്. പാടത്ത് അടിപൊളി കാഴ്ചകളുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇവിടുന്ന് നോക്കിയപ്പോൾ അവിടെ കണ്ടത്തിൽ വെള്ളമൊക്കെ തേകുന്നത് കണ്ട്. ഞാൻ അവിടെ എത്തുമ്പോഴത്തേനെ കയ്യോന്ന് അറിയില്ല. അങ്ങനെ മാമൻ ഇന്നലെ രാത്രി എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചതാണ്, എന്തായാലും നമുക്ക് രാവിലെ പൊളിച്ചേക്ക് പോകണമെന്ന്. എന്നിട്ട് മാമ ഫോണ് കളിക്കുകയാണ്. അപ്പം പക്ഷെ ഞാൻ മാമനെ വെറുതെ വിട്ടില്ല. പിന്നെ പാടത്തേക്ക് പോകുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. എടുത്തിട്ടില്ല എന്നല്ല, എടുത്തത്. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ ഇടുന്നില്ല. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു വീഡിയോ തന്നെ ഇടുന്നുണ്ട്. കാരണം കുറച്ച് തോന്നുന്നുണ്ട് അത്. അപ്പോൾ ബാക്കി കാണും. ടാട്ടം പല്ലേക്കുണ്ട്, മാമ ക്ഷീണിച്ചിരിക്കുന്നുണ്ട് നടന്നിട്ട്. ഇനി ഞാൻ കയ്യും കാലും കേൾക്കട്ടെ. അപ്പോൾ ചായ കുടിക്കാൻ പോവാണ് ഗായ്സ്. ഞങ്ങളെല്ലാവരും എണീറ്റ്. അമ്മായിൻ്റെ കൂടെയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇവിടെ ഒരാളിപ്പോഴും എണീറ്റിട്ടില്ല. കാണിച്ചു തരാം. കണ്ടോ, ഇതിപ്പോഴും എണീറ്റിട്ടില്ല. മിന്നുവാണ്, നല്ല ഉറക്കമാണ്. ടൈം ഇപ്പോൾ 10 മണി ആയിനോ, 9:30 അപ്പോഴൊന്നും എണീക്കും തോന്നുന്നില്ല. ചായയായി. ചായക്ക് ഇവിടെ കടലക്കറി, ഇന്നലത്തെ അയിലക്കറി ഉണ്ട്, കുത്തപ്പമുണ്ട്. കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ ഞാൻ ഏതായാലും ചായ കുടിച്ചിട്ട് കാണാം. ചായ കൂടിയൊക്കെ കഴിഞ്ഞ് മഞ്ഞളുണ്ട്. അപ്പോൾ കുറേ കാലമായി മുഖമൊക്കെ ഒരുമാതിരി നശൂല അതിൻ്റെ. അപ്പോൾ ഞാൻ അമ്മേനോട് ചോദിച്ചു, മഞ്ഞളുണ്ട് അമ്മായിയേന്ന്. അപ്പോൾ അമ്മായി ആയിരുന്നു ഇവിടെ ഉണ്ട്, മാന്താണ്ട്. അപ്പോൾ നമുക്ക് മഞ്ഞൾ മാന്താം. കിട്ടുമോ? അപ്പോൾ പൊട്ടു. യെസ്, പൊട്ടിയിട്ടുണ്ട്. ഏകദേശം പൊട്ടിയിട്ടുണ്ട്. ആ സാധനം ഒന്നും വെച്ച് വെക്കണ്ട. ആടി അതിങ്ങനെ കുത്തി പൊന്തിക്കണാണ്. ചോദിച്ചോക്ക്. അത് നല്ല മഞ്ഞൾ. അതൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി മുഖത്തിന്. ഇത് പിന്നെ ഇതൊരു പൊടിയാണ് ഉണ്ടാവുക. ഇനിയുമില്ലേ ഇനി അമ്മായി ഇവിടെ? ഏതായാലും ആയത് നല്ല ആയതാണ്. ഇത് നല്ല ആയ മഞ്ഞളാണ്. നല്ല വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അമ്മായി ഞാൻ എണ്ണ ഉണ്ടാക്കി തരാം. നന്നായി തേക്കണ്ട. അടുക്ക് ഇത് നല്ല ഇതിലെടുക്കിട്ടാണ് ഒട്ടിക്ക്. ഇതാണ് വേണ്ടപ്പെട്ട സാധനം. അയ്യോ കേടത്തില്ല അമ്മയ്യോ, കേടത്തില്ലേ? അപ്പുറത്തുണ്ടേനി. അപ്പോൾ ഗായ്സ്, നമുക്ക് ഇതാ ഇത്രക്ക് മഞ്ഞളാണ്. ഇതാ ഈ ഒരു ഒറ്റ മഞ്ഞളിൽ നിന്ന് കിട്ടിയതാണ്. ഇതിൻ്റെ അടിക്ക് കുറേ ഉണ്ട്. എനിക്കിത് കുത്തിയപ്പോൾ തന്നെ എൻ്റെ ഏകദേശം പണി ഞാൻ കഴിഞ്ഞാണ്. അപ്പോൾ അമ്മായി കണ്ടില്ലേ, ആ മുരട് അതിലേക്ക് തന്നെ കുഴിച്ചിടാൻ വേണ്ടി അമ്മായി ഒന്നും കൂടി അവിടെ കുത്തുകയാണ്. ആ 2 പീസും അതിലും
അവിടെ തന്നെ ഒഴിച്ചിട്ടേക്ക്. വേറെ അല്ല, അവിടെ ഒഴിച്ചിട്ടേക്ക്, അങ്ങനെ തന്നെ ഒഴിച്ചിട്ടേക്ക്. ഇത് ഞങ്ങൾക്ക് ഉള്ള ഉച്ചക്കുള്ള ചോറാണ്. ഇവൻ വെക്കണ ചോറാണ് ഞങ്ങൾ തിന്നണത്. കുളിക്കാത്തവനെ കുളിക്കാതെ ചോറക്കണേ കണ്ടോ. തീ പിടിക്കുന്നുണ്ട്. തീ കത്തണില്ലടോ, കാറ്റ് മാത്രമേ ഉള്ളൂ. തീ കത്തണില്ല. എന്ത് തീ കത്തണ്ടെന്ന്? ഈ കുളിക്കാത്തവൻ ഓന്റെ വീട്ടിൽ നിന്നൊന്നും തിന്നില്ല. ഓൻ ഞങ്ങളെ വീട്ടിൽ നിന്നാട്ടാ കഴിക്കുക. കണ്ടോ, ആടിനെ പോലും വെറുതെ വിടണില്ല ഇവര്. കണ്ടോ, മോന് പറ്റിയ അമ്മായോണ്ട് കുഴപ്പമില്ല. അയ്യോ പോയാട് നിന്നിട്ട് എന്റെ അടുത്താ വന്നിക്കണേ. എന്നാവോ ശ്രീകൃഷ്ണവേ ചോറ്. ഞങ്ങളൊരു ഫോട്ടോ എടുത്ത് ഇവിടെ ബാഹുബലി ആയിട്ടുണ്ട്. നല്ല ഫോട്ടോ എടുക്ക്. ഫോട്ടോ അല്ല, ഇത് വീഡിയോ ആണ്. ഹാട് കുത്തി നിലത്ത് കിടക്കൂട്ടോ. ഏയ് ബാഹുബലി ശ്രീകൃഷ്ണവ്. കണ്ടോ, ആട് വിശന്ന് നിൽക്കുകയാണ്. എന്താ 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 ഇങ്ങോട്ട് 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 വരുന്നേ. ഞങ്ങൾ വന്ന് ഏതായാലും ഇനി നമുക്ക് കഴുകാർക്കാം. ഈ കാണുന്ന മഞ്ഞളാട്ടോ ഞാൻ എടുത്തത്. ഇത് നല്ല മൂത്ത്, ചിലതൊക്കെ പൊടിയായി വരുന്നുണ്ട്. ഇത് നല്ലതാണ് മൂത്ത് തേക്കാൻ. ഞാൻ ഞങ്ങളോടുള്ള ചേച്ചി പറഞ്ഞു കേട്ടത്. അത് ഞാൻ പിന്നെ ഈ ഒലക്ക വെച്ച് കുത്താൻ പോവാണ്. തേക്കുമ്പോൾ കാണാം. ഞാനിവിടെ മഞ്ഞളുടെ കൂടെ പച്ച വെളിച്ചെണ്ണ കേട്ടോ മിക്സ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ മുഖത്ത് തേച്ച് കൊടുക്കുന്നത്. മുഖത്തിന് ഏറ്റവും നല്ലതാട്ടോ. എനിക്ക് പച്ച വെളിച്ചെണ്ണ തേക്കുന്നതാണ് ഇഷ്ടം. ചിലർ മഞ്ഞളുടെ കൂടെ എണ്ണ തേച്ചിട്ട് ഇടാറുമുണ്ട്. പിന്നെ എൻ്റെ കഴുത്തിൻ്റെ ഇവിടെയൊക്കെ നല്ല കറുപ്പ് കളറുണ്ട്. അതിന് ഞാൻ മഞ്ഞളെണ്ണ തേച്ച് കൊടുക്കലുണ്ട്. പക്ഷേ കഴുത്തിൻ്റെ കറുപ്പിനൊക്കെ ഏറ്റവും നല്ലത് നമ്മുടെ എന്താ പറയുക കാപ്പിപ്പൊടിയാണ്. പക്ഷെ ഇപ്പം മഞ്ഞളാണ് എടുത്തത്. അതിനെക്കൊണ്ട് മഞ്ഞളും തേച്ച് കുറച്ച് നേരം വടയും പൊട്ടി ചില്ലറ പണിയെടുത്ത് നടക്കുക കേട്ടോ. അപ്പോൾ പിന്നെ അന്നത്തെ എനിക്കിപ്പോൾ ഓർമ്മയില്ല, കാരണം എന്നോ എടുത്ത് വെച്ച വീഡിയോ ആണ്. എഡിറ്റ് ചെയ്യാനുള്ള മടിയോട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല അന്നത്തത്. ഞാനിപ്പോൾ പെട്ടെന്ന് മറക്കുന്ന ഒരാളാണ് കാര്യം പറയുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ മേലൊക്കെ കേക്കി കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറ് തിന്നാനാണ്. എൻ്റെ ഏകദേശം ചില്ലറ പണിയൊക്കെ തീർത്ത് ഇവിടെ ഇരിക്കും. ഓരൊക്കെ ഇരുന്ന് അവിടെ ആണെങ്കിൽ സസ്യച്ചിൻ്റെ വാഴക്കൊല വീകുന്നുണ്ട്. കാരണം മഞ്ഞൾക്ക് തേച്ച് ഞാൻ കുളിച്ചിട്ടില്ല കേട്ടോ, കാരണം ശ്വാസം മുട്ടലുണ്ട്. ഇവിടെ വന്നപ്പോൾ ഒന്ന് ചെറുങ്ങനെ ഇടങ്ങേറായി. ഞാൻ കുളിച്ചിട്ടും കൂടി ഉണ്ടെങ്കിൽ വെള്ളം മാറിയുള്ള കുളിയും കൂടി ആകുമ്പോൾ ആകെ പോവും, കയ്യിൽ നിന്ന് പോവും. ഇത് കണ്ടോ, സരസേച്ചിൻ്റെ വായ ഉണ്ട്. വായ ഏകദേശം വികാനായിട്ടുണ്ട്. ഇങ്ങനെ ചെരിഞ്ഞിട്ട് നീരൊക്കെ ഇങ്ങനെ ഇറ്റുന്നുണ്ട്. ഞാൻ ചിക്കിടാൻ പോയപ്പോൾ കണ്ടതാണ്. ഇനിയിപ്പോൾ ഞാൻ പോയി ചോറ് തിന്നിട്ട് വരാം. ക്ലിയർ ഇല്ലല്ലോ. ശ്രീകുട്ടനും മോന് ചോറുന്നുണ്ട്. ഞാൻ പോയി കഴിക്കട്ടെ. എനിക്കിഷ്ടമായ കറി ഏത് കറി ഇഷ്ടം? എൻ്റെ അമ്മൻ്റെ കറിയോ അതാ ഇഷ്ടം? സോയാബിയോ? ഉപ്പില്ലെങ്കിൽ തിന്നണ്ട. എല്ലാത്തിനും കുറ്റം കണ്ടുപിടിച്ചോ. അജ്ജാണല്ലോ തീരുമാനിക്കുക. ഉപ്പില്ലാന്ന് പറഞ്ഞിട്ട് നല്ല തിന്നുണ്ടല്ലോ. എന്താണ് എന്തിനാണ്? അപ്പം എൻ്റെ ചോറ് തീറ്റൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് ഫോണ് കളിച്ചൊക്കെ നിൽക്കട്ടെ. ചേച്ചി ഇങ്ങോട്ട് നോക്കി. സ്കൂള് തുറക്കുമ്പോ അത് കാണിച്ചു കൊടുക്കണോ? പിന്നെ വൈകുന്നേരം കേട്ടോ. അപ്പം ഞാനും അമ്മയും അമ്മായിയൊക്കെ മൂത്തമ്മയുണ്ട് ഇനി തലയെ നോക്കി കേട്ടോ. അപ്പോൾ ഇനി അവിടെ നിന്ന് തല നോക്കി മടുത്തപ്പോൾ പാടത്തേക്ക് ഇറങ്ങി കേട്ടോ. ചെക്കന്മാരും കൂട്ടി അങ്ങനെ പാടത്തു നിന്ന് തല നോക്കുക കേട്ടോ. അവിടെയൊക്കെ ചാണകം അങ്ങോട്ടൊക്കെ ഇരിക്കണോ? നമ്മളെ തലേനോക്കലൊക്കെ കഴിഞ്ഞ് ഇപ്പം ഇനി നമ്മളിത് അവിടെ നിറച്ച് മുള്ളുങ്കായ ഉണ്ട് കേട്ടോ. ഈ കാണുന്നതാട്ടോ മുള്ളുങ്കായ. അപ്പോൾ പറിക്കാം.
ഇതാട്ടോ ആ കായ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറിച്ച് കണ്ടിട്ട് വയൽ കപ്പലൂരുണ്ട്. പറിക്കട്ടെ. ഇതൊക്കെ പഴുത്ത് വരുമ്പോഴത്തേ ഞാൻ ഇവിടെ ഉണ്ടാവില്ലല്ലോ ഈശ്വരാ. ചിലത് ഉണങ്ങിയണില്ലേ. അപ്പൊ അത് എത്ര അടക്കിയിട്ട് ചേച്ചി കിട്ടി നോക്കട്ടെ. വാരൂല്ല നോക്കട്ടെ. ആണ് ചേച്ചിക്ക് ഇത്രയും കിട്ടി. ഇതിൻ്റെ ഇപ്പുറത്തുണ്ടോ പോയി നോക്കാം. ഇവിടെ ഉള്ള സ്ഥിതിക്ക് ഇപ്പുറത്തുണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇതൊന്നും എത്തൂല. എത്തണതൊക്കെ നമുക്ക് എടുക്കാം. എന്താ കണ്ടോ, ഇതെനിക്ക് ഇത്ര മുള്ളുംകായ കിട്ടീന് കേട്ടോ. ഇതിലെന്തൊക്കെ കൊത്തിയതുണ്ട്, ഒഴിവാക്കണം. അങ്ങനെ വീട്ടിലേക്ക് നടന്നു പോവാം നമുക്ക്. അമ്മായിയൊക്കെ വൈകുന്നേരം പണിക്ക് തുടങ്ങി. അമ്മായി മക്കൾ പിന്നെയും പാടത്ത് കളിക്കാനാണ്. ഇനി വീട്ടിൽ പോയി സമാധാനമായി ഇരുന്ന് കഴിക്കേണ്ടത്. മൂത്തമ്മ ഇവിടെ വായൻ്റെ എന്താ ഉണ്ണിക്കാമ്പ് എടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേനോ ഒരു വായ വീക്കുണ്ടെന്ന്. ആ വായൻ്റെ ഉണ്ണിക്കാമ്പ് എടുക്കുകയാണ്. ഞാനിതിങ്ങനെ കഴിച്ചതിൻ്റെ കുരൊക്കെ ഇങ്ങനെ തുപ്പി. ഏതായാലും ഇത് തീർക്കട്ടെ. അപ്പം ടാറ്റാ. ടാറ്റല്ല, കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അങ്ങനെ ഇട്ടൂടെ, അങ്ങനെ ഇട്ടൂടെ. പോലീസ് മാത്രം പോലീസ് കണ്ണനാണെങ്കിൽ കള്ളൻ ആരായിരിക്കും? നമ്മൾ ആരാണെങ്കിലും പറയാൻ പാടില്ല. സംഖ്യ കണ്ടപ്പോഴേ തോന്നി. അങ്ങനെ രാത്രി അപ്പോഴത്തേനും എല്ലാവരും കള്ളനും പോലീസും കളിച്ചു. പിന്നെ ഞാൻ കളിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ചോറും തിന്ന് പിന്നെ കുറച്ച് പിക്ക് കൊടുത്ത് അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു. ഇന്നത്തെ എൻ്റെ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ.